ഞാൻ ഇതിലൊരു പാഠം പഠിച്ചത്, ആവശ്യമില്ലാത്ത ആൾക്ക് ഉപകാരം ചെയ്യാൻ പോരുത്. വിശക്കണ ആളെ നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ നല്ലതാണ്. വീണ്ടും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മൂന്നാമത് ഭക്ഷണം കൊടുത്താൽ ഒരു ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ഞാനത് മനസ്സിലാക്കി. അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേനു, ഞാൻ അതിന് മാപ്പ് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയില്ലേനു. ഇന്ന ഇഷ്ടമല്ലെങ്കിൽ നമ്മളവിടെ നിൽക്കരുത്. ഇനി ദയവ് ചെയ്ത് ഒരാൾ പോലും, ഞാൻ ഇപ്പോഴും മീഡിയയിൽ വന്നിട്ട് പറയണ ഒരാൾ പോലും ഒരു ബാഡ് കമന്റ് ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കേണ്ട, കഴിഞ്ഞു. നമുക്കത് നമ്മൾ കൃത്യമായ സമയത്ത് മാറി നിന്നില്ല അങ്ങനെ തോന്നിയോ? വേണ്ട സമയത്ത് അല്ല, ഒരെക്കാട്ടിയും സീനിയർ ഞാനാണ്, ഒരൊക്കെ എൻ്റെ അനിയന്മാരാണ്, അനിയത്തികളാണ്. എനിക്കൊരു ഘട്ടത്തിൽ പോലും മാറി നിൽക്കണം എന്ന് തോന്നിയിട്ടില്ല. മാറി നിന്നാൽ അത് ശരിയാവില്ല. ഞാൻ ഇല്ലാത്ത ഘട്ടത്തിൽ ആദ്യത്തെ 3 ദിവസം ഒരേ ഉള്ളതിന് ഓരെ കൊണ്ട് ഒന്നും നടക്കൂല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ രംഗത്തിറങ്ങിയത്. എൻ്റെ ബ്രദറിനോട് ചോദിച്ചാൽ മതി, ഓരെ കൊണ്ട് ഒന്നും കഴിയൂലേനു. മീൻസ് ഓരോരുത്തർക്കും ഓരോ ശക്തിയുണ്ട്. അതായത് ഞാൻ വാങ്ങിയ അടിയും അവരെ അടിക്കാതെ നിൽക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയണമാതിരി ശ്രമിച്ചിട്ടാണ് ഇതാവണത്. പിന്നെ ഞാനൊരു വിഷയത്തിൽ നന്ദി പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല അത് ചെയ്തു. എനിക്ക് ഒരു ഫാമിലിൻ്റെ അടുത്തുനിന്ന്, അതായത് ഞാൻ എൻ്റെ ഒരു സഹോദരന് ചെയ്തതിൽ എന്ത് നന്ദി നോക്കാനാ? എനിക്ക് അതും ആവശ്യമില്ല, അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. പക്ഷെ ഈ ആക്രമണങ്ങൾ ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു. എന്നെ ആക്രമിച്ച സമയത്ത് അതിന്റെ ഫാമിലി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അതിപ്പോ എന്തുകൊണ്ട് ഞങ്ങൾ സാധാരണ പ്രേക്ഷകർ എന്ന രീതിയിൽ അല്ലെങ്കിൽ കാഴ്ചക്കാരെന്ന രീതിയിൽ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഇത് എന്ത് പറ്റി? അതെ, അതങ്ങനെ വെറുതെ അതെ, ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴും അതന്നെ ആഗ്രഹിക്കുന്നത്. അവരിങ്ങനെ എത്ര തള്ളി പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും തള്ളി പറയരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ ആരൊക്കെ വരുത്തിയതാണ്. അതിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മളെ ഈ ഫാമിലിയിൽ, ഏത് ഫാമിലിയിലും സഹോദരങ്ങൾ തമ്മിൽ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പിണങ്ങൂലേ.